സോണി അടുക്കളയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ കുടിക്കുന്നുണ്ടെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് എന്തോ ആലോചിച്ച് ചിരിക്കുന്നത് പോലെ ഷീതുവിന് തോന്നി. ഷീതു അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. അവളുടെ മുഖത്ത് കുറച്ചു നേരത്തേക്ക് തൻ്റെ സങ്കടങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു കുസൃതി ചിരി വരുത്താൻ അവൾ ശ്രമിച്ചിരുന്നു. എന്താടി മോളെ, നിന്റെ മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ ഉണ്ടല്ലോ? ഷീതു അവളുടെ തോളിൽ തട്ടി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. സോണിയുടെ മുഖം പെട്ടെന്ന് ചുവന്നു. അവൾ ചായക്കപ്പിലേക്കൊന്ന് നോക്കി. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നീ കരുതിയോ? നീ രണ്ടും കൂടി ഇവിടെ ഭയങ്കര അഭിനയമായിരുന്നല്ലോ. അവൾ സോണിയുടെ അടുത്തേക്കിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ മെൽവിൻ കൊള്ളാം കേട്ടോ, സ്മാർട്ടാണ്. ഒരു പോലീസ് ഓഫീസറുടെ ഗാംഭീര്യമൊക്കെ ഉണ്ട്. അല്ല, മോൾക്ക് ലൈനൊക്കെ സെറ്റായ ലക്ഷണമുണ്ടല്ലോ. ഷീതു വീണ്ടും കളിയാക്കിയതും സോണി അവളുടെ കൈകളിൽ പിടിച്ച് തടഞ്ഞു. അയ്യോ എൻ്റെ ചേച്ചി, ഒന്ന് പതുക്കെ പറ, ആൻറ്റി കേൾക്കും. അവൾ ഷീതുവിൻ്റെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നീ കക്ഷിയെ വിളിച്ചു വരുത്തിയതാണോ അതോ കക്ഷി നിന്നെ കാണാൻ സർപ്രൈസായിട്ട് വന്നതാണോ? ഷീതു വീണ്ടും അവളെ നോക്കി ചോദിച്ചു. അയ്യോ അതൊന്നുമല്ല ചേച്ചി, ഞാൻ വിളിച്ചതൊന്നും അല്ല. ആളിനെ കാണാൻ സർപ്രൈസായിട്ട് വന്നതാ. എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല, ചാർലി ചായനെയും. സോണി ശബ്ദം പരമാവധി താഴ്ത്തി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനെ കണ്ടതും അവൻ അവളോട് പറഞ്ഞ കാര്യങ്ങളും സോണി അവളോട് പറഞ്ഞു. ഓ, അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെ രണ്ട് കാര്യങ്ങളും നടത്താമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും മെൽവിൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിന്നെയും കാണാം, ഇച്ചായനെയും കാണാം അല്ലേ? ഷീതു ചിരിച്ചു. അത് കേട്ട് സോണി ഒന്ന് പുഞ്ചിരിച്ചു. അനിയത്തിയുടെ മുഖത്തെ ആ പ്രണയത്തിൻ്റെ തിളക്കം കണ്ടപ്പോൾ ഷീതുവിൻ്റെ ചുണ്ടിലും ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയോ? സോണി തിരികെ അവളെ നോക്കി ചോദിച്ചു. എന്താ മോളെ? അത് ചേച്ചിയും ചാർലിച്ചാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോണി അവളോട് ചോദിക്കുന്നത് കേട്ട് ഷീതു പെട്ടെന്ന് വല്ലാതെയായി. ഷീതുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. ഷീതുവിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട് സോണിയുടെ മുഖത്തെ ആ സന്തോഷം പെട്ടെന്ന് മാഞ്ഞു. അവൾ പരിഭ്രാന്തിയോടെ ഷീതുവിൻ്റെ കൈകളിൽ പിടിച്ചു. ചേച്ചി, എന്താ പറ്റിയത്? നീ എന്തിനിപ്പോൾ കരയുന്നേ? എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവൾ ആവലാതിയോട് ഷീതുവിനോട് ചോദിച്ചു. ഷീതു അതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ഇത്രയും നേരം അവളോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഷീതുവിൻ്റെ മുഖം പെട്ടെന്ന് വല്ലാതെയായി. ചേച്ചി, കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയേ. സോണി അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് നിർബന്ധിച്ചു. ആദം കുഞ്ഞിന് അവകാശം ചോദിച്ചു വന്നതും നോട്ടീസ് അയച്ചതും എല്ലാം അവൾ പറഞ്ഞു. എന്നിട്ട് എന്തായി? അതാണോ ചേച്ചിയുടെയും ചാർലിച്ചായൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം? അപ്പം നമ്മുടെ കുഞ്ഞിനെ ആദിച്ചായന് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരുമോ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അയാൾക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അവൾ ആദത്തിൻ്റെ ചോരയല്ല. ഷീതു അങ്ങനെ പറയുന്നത് കേട്ടതും സോണി ഞെട്ടിപ്പോയി. ചേച്ചി എന്തീ പറയുന്നേ? ഈസു ആദത്തിൻ്റെ മകളല്ലെന്നോ? അപ്പോൾ അവൾ ആരുടെയാ? ആദച്ചായനല്ലേ അവളുടെ? സോണി ഞെട്ടലോടെ അവളോട് ചോദിച്ചു. അതിന് ഷീതു അല്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി. അവൾ ചാർലിച്ചായൻ്റെ മകളാണ്. ഷീതു പറയുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു സോണി. ചേച്ചി, അവൾ വിശ്വാസം വരാത്തതുപോലെ വിളിച്ചു. അതേ മോളെ, എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എനിക്കതിന് കഴിയുന്നില്ല. ഈസു ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ആദത്തിൻ്റെ ക്രൂരതകളുടെ അടയാളമായിട്ടാണ് ഞാൻ അവളെ കണ്ടത്. എൻ്റെ നെഞ്ചിലൊരു വലിയ കല്ല് പോലെയായിരുന്നു അത്. അവളിവിടെ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും അധികാരത്തോടെയും ഇച്ചായൻ്റെ മകളായി വളരുമ്പോൾ എനിക്ക് അന്നും ഇന്നും എൻ്റെ മനസ്സിലൊരു പേടിയായിരുന്നു ആദം. അത് മാത്രമല്ല, വളർന്നു വരുമ്പോൾ അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ, അവൾ ഇച്ചായനെ നേരെ തിരിഞ്ഞാൽ, അവളുടെ സ്വന്തം പപ്പയെ തിരക്കി അവൾ പോവേണ്ടി വന്നാൽ എൻ്റെ ഇച്ചായൻ അതൊക്കെ സഹിക്കാൻ പറ്റുമോ? കാരണം അതുപോലെ അവളെ ഇച്ചായൻ സ്നേഹിക്കുന്നത്. പക്ഷേ ഇന്നവൾ ഇച്ചായൻ്റെ സ്വന്തം ജോലിയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആശ്വാസം, അതൊന്നും നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് വാക്കുകളില്ല. ഷീതു ആ ഒരു കാര്യം അവൾക്ക് ഒരുപാട് സമാധാനമായെന്നുള്ള രീതിയിൽ തന്നെ അനിയത്തിയോട് പറഞ്ഞു. സോണി അപ്പോഴും ആകെ തരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഇതൊന്നും, അവൾ ബാക്കി പറയാതെ നിർത്തി. നിനക്കെന്നല്ല, ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഈ എനിക്ക് പോലും. അവൾ സങ്കടത്തോടെ തൻ്റെ അനിയത്തിയോട് പറഞ്ഞു. പക്ഷെ ചേച്ചി, നീ പറഞ്ഞത് ശരിയാ. ഈസു ചാർലിച്ചായൻ്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ ഇനി ആദിച്ചായൻ്റെ ശല്യമില്ലാതെ ചാർലിച്ചായൻ്റെ സ്നേഹം മാത്രം നിറഞ്ഞൊരു ജീവിതം ഇനി അവൾക്കും ചേച്ചിക്കും ലഭിക്കുമല്ലോ. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സോണി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ നടന്നത് നല്ലതിനായിരിക്കുമെന്നാ. അല്ലെങ്കിൽ ഒരിക്കലും ഈ സത്യം നിങ്ങൾ ആരും അറിയില്ലായിരുന്നു. ഇതിപ്പോൾ അയാൾ പ്രശ്നമുണ്ടാക്കി വന്നതുകൊണ്ടല്ലേ ചാർലി ചായൻ പോലും സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോണി എന്തോ ആലോചിച്ചതുപോലെ അവളോട് പറഞ്ഞു. പക്ഷെ സോണി, ഇച്ചാൻ എന്തുകൊണ്ട് എന്നോട് ഈ സത്യം നേരത്തെ പറഞ്ഞില്ല? അതാ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾ തമ്മിൽ ഇത്ര അകൽച്ച ഉണ്ടായതിനും പേടിച്ച് ജീവിച്ചതും അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
ഞാൻ എങ്ങനെയാ ഓരോ ദിവസം തള്ളി നീക്കിയെന്ന് ഇച്ചാന് നന്നായിട്ട് അറിയാവുന്നതാ. എന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ആരോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അതാ എന്നെ ഇപ്പോഴും ഒരുപാട് സങ്കടപ്പെടുത്തുന്നത്. അവൾ വിഷമത്തോടെ തൻ്റെ അനിയത്തിയോട് പറഞ്ഞു. ചിലപ്പോൾ ചിലപ്പോൾ ഇച്ചായൻ പേടിച്ചിട്ടുണ്ടായിരിക്കും ചേച്ചി. ചേച്ചി ഇച്ചാനിൽ നിന്നും അകന്നു പോകുന്ന പേടിച്ചിട്ടായിരിക്കും. സോണി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഷീതു അതിനെ മൂളിയതല്ലാതെ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. മമ്മി, അയാൾ എന്തിനാ വന്നത്? അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരുന്ന മിസ്ബയെ നോക്കി കുഞ്ഞ് സംശയത്തോട് ചോദിച്ചു. അത് അത് വാടക ചോദിക്കാൻ വന്നതാടാ മോളെ. അന്നക്കുട്ടി പേടിക്കണ്ട, മമ്മി ഇവിടെ ഇല്ലേ? മമ്മി അല്ലാതെ ആര് വന്നാലും വാതിൽ തുറക്കല്ലേ. മിസ്ബ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അയാൾ മമ്മിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ മമ്മിക്ക് പേടിയായല്ലേ? മമ്മി, നമുക്ക് ഇവിടുന്ന് പപ്പയുടെ അടുത്തേക്ക് പോയിക്കൂടെ? എൻ്റെ കൂടെയുള്ള മറ്റു കുട്ടികൾക്കൊക്കെ പപ്പയുണ്ടല്ലോ. നമ്മളെന്താ പപ്പയുടെ അടുത്തേക്ക് പോകാത്തത്? കുഞ്ഞ് അവളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ട് മിസ്ബ ഒരു നിമിഷം ഞെട്ടിപ്പോയി. മകളുടെ ആ ചോദ്യം കേട്ടത് മിസ്ബയുടെ നെഞ്ചിലേക്ക് ഒരു കൂരമ്പ് തറച്ചതുപോലെ തോന്നി. താൻ ഇറങ്ങിപ്പോന്ന ആ നരകത്തിലേക്ക് തന്നെയും തൻ്റെ കുഞ്ഞിനെയും തല്ലിച്ചതച്ച ആ മനുഷ്യൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൾ മകളെ വേഗം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നമുക്ക് ആരുടെയും അടുത്തേക്ക് പോവണ്ട മോളെ. മമ്മിക്ക് എൻ്റെ അന്നയെ മാത്രം മതി. അന്നയ്ക്ക് മമ്മിയും. അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അടുക്കളയിൽ വെച്ച് ഷീതുവിനെ ആശ്വസിപ്പിച്ച ശേഷം സോണി അവളെ നോക്കി. ഞാൻ എങ്കിൽ പിന്നെ പോവട്ടെ ചേച്ചി, മമ്മി തിരക്കുന്നുണ്ടാവും എന്നെ. ഇവിടെ കയറുമെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞില്ല. അവൾ ഷീതുവിനെ നോക്കി പറഞ്ഞു. ഒരു ദിവസം മമ്മിയും കൂട്ടി വരണേ മോളെ, ഷീതു അവളെ ഓർമ്മിപ്പിച്ചു. ശരി ചേച്ചി, ഞാൻ പോയി ചാർലി ചായനോട് യാത്ര പറഞ്ഞിട്ട് വരാം. അവൾ പറഞ്ഞതും ഷീതു അവളെ നോക്കി ചിരിച്ചു. ശേഷം അവനോട് യാത്ര പറയാൻ വേണ്ടി അവൾ നേരെ മുകളിലെ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. ബാൽക്കണിയിൽ അപ്പോൾ ചാർലിയും മെൽവിനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോണിയുടെ കാൽപ്പെരുമാറ്റം കേട്ടതും അവർ രണ്ടുപേരും പെട്ടെന്ന് സംസാരം നിർത്തി തിരിഞ്ഞു നോക്കി. മെൽവിനെ കണ്ടതും സോണിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു പരിഭ്രമം ഉണ്ടായെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. ചാർലി ചായ, എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. സമയം ഒത്തിരിയായി. മമ്മിയോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. സോണി അവനെ നോക്കി പറഞ്ഞു. ശരി മോളെ, ഞാൻ കൊണ്ടാക്കണോ? ചാർലി സംശയത്തോട് ചോദിച്ചു. ഏയ് വേണ്ട, ഞാൻ വണ്ടിയിലാണ് വന്നത്, അവൾ പറഞ്ഞുകൊണ്ട് മെൽവിനെ നോക്കി. മെൽവിനാണെങ്കിൽ അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയായിരുന്നു. ശരി ചാർലിച്ചാ. അവൾ ചാർലി നോക്കിയാണത് പറഞ്ഞതെങ്കിലും മെൽവിനോടും കൂടിയായിരുന്നു അവൾ യാത്ര പറഞ്ഞത്. അതിനവൻ ചാർലി കാണാതെ തലയാട്ടി. അവളൊരു പുഞ്ചിരിയോടെ താഴേക്കിറങ്ങി. താഴെ വന്ന് തൻ്റെ ചേച്ചിയും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ഒന്നുകൂടി യാത്ര പറഞ്ഞതിന് ശേഷം അവൾ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോയിരുന്നു. സോണി യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചതിന് ശേഷമാണ് രാത്രിയോടെ ക്രിസ്റ്റിയും റിയാനും തറവാട്ടിലേക്ക് എത്തിയത്. മെൽവിൻ കൂടി നാട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് എല്ലാവരും കൂടി ഇന്ന് രാത്രി മുകളിലെ ബാൽക്കണിയിലിരുന്നൊന്ന് കൂടാൻ തീരുമാനിച്ചിരുന്നു. മുകളിലെ വിശാലമായ ബാൽക്കണിയിൽ ഒരു ചെറിയ മേശയ്ക്ക് ചുറ്റുമായി ക്രിസ്റ്റിയും റിയാനും മെൽവിനും വന്നിരുന്നു. മേശപ്പുറത്ത് ഒരു മദ്യക്കുപ്പിയും ഗ്ലാസുകളും സോഡയും എല്ലാം അവർ നിരത്തിവെച്ചു. കുറച്ചു കഴിഞ്ഞാണ് ചാർലി കുളിച്ചിട്ടൊക്കെ അങ്ങോട്ടേക്ക് ചെന്നത്. എടാ, നീ നിന്റെ കെട്ടിയവളോട് അനുവാദം ചോദിച്ചോ? വന്നിരുന്നതും ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഷീതു വന്നതിന് ശേഷം ഷീതുവിൻ്റെ ഒരു കുഞ്ഞു സമ്മതം പോലും ഇല്ലാതെ അവൻ ഇന്ന് വരെ ഒരു തുള്ളി മദ്യം പോലും തൊട്ടിട്ടില്ലായിരുന്നു. അവൾക്ക് വേണ്ടി എപ്പോഴും മാറി നിൽക്കുന്നതായിരുന്നു ചാർലിയുടെ പതിവ്. എന്നാൽ ഇന്ന് അവൻ്റെ മുഖത്ത് കനത്തൊരു ഭാവമായിരുന്നു. ആരെയും നോക്കാതെ അവൻ പതുക്കെ വന്ന് അവർക്കിടയിലെ കസേരയിലേക്കിരുന്നു. നീ ഒഴിക്ക്, ചാർലി അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഡാ ചാർലി, നീ കൂടാൻ തന്നെ തീരുമാനിച്ചോ? ക്രിസ്റ്റി അത്ഭുതത്തോടെ ചോദിച്ചു. സാധാരണ ഒപ്പം വരുന്നാലും ഒരു തുള്ളി പോലും തൊടാത്ത ചാർലി ഇന്നിങ്ങനെയൊരു തീരുമാനമെടുത്തത് അവനെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. ചാർലി ഒന്ന് അമർത്തി മൂളി. നീ നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. ആണടാ, എനിക്കിന്ന് വേണം, ചാർലി അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇവരിങ്ങനെ പറയുന്നത് കേട്ട് മെൽവിൻ സംശയത്തോടെ നോക്കി. ചാർലിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മെൽവിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഈ മദ്യപാനത്തിന് മുൻപുള്ള പെർമിഷൻ്റെ കഥ മെൽവിന് പൂർണ്ണമായി അറിയില്ലായിരുന്നു. അല്ല, ഇതിപ്പോൾ എന്താ ഇത്ര വലിയ അത്ഭുതമായിട്ട് പറയാൻ? ചാർലി ഇത് ആദ്യമായിട്ടാണോ മദ്യം കഴിക്കുന്നത്? ഞങ്ങൾ കോളേജിലൊക്കെ വെച്ച് കൂടുമായിരുന്നല്ലോ. മെൽവിൻ സംശയത്തോടെ ക്രിസ്റ്റിയോടും റയാനോടും ചോദിച്ചു. എടാ മെൽവിനെ, നിനക്കറിയില്ലേ ആ കഥ? അതൊക്കെ അങ്ങ് കോളേജ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇവൻ വല്ലപ്പോഴും കൂടും. ബട്ട് അവളിവൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം അതിനൊക്കെ മാറ്റം ഉണ്ടായി. ക്രിസ്റ്റി പതുക്കെ മെൽവിനോട് ചരിഞ്ഞിരുന്ന് പറഞ്ഞു തുടങ്ങി. ഷീതുവിനോട് സമ്മതം ചോദിക്കുന്ന കഥ ക്രിസ്റ്റി അവനോട് പറഞ്ഞു. ക്രിസ്റ്റി പറഞ്ഞത് കേട്ടപ്പോൾ മെൽവിൻ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. ചാർലി അപ്പോഴും ആരെയും ശ്രദ്ധിക്കാതെ പതുക്കെ ആ മദ്യക്കുപ്പി കയ്യിലെടുത്തു. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകുതിയിലധികം മദ്യം നേരിട്ടൊഴിച്ചു. ഒട്ടും സോഡയോ വെള്ളമോ ചേർക്കാതെ അവൻ ആ ഗ്ലാസ് കയ്യിലെടുത്തിരുന്നു. ഇന്ന് അവളോടൊരു വാക്കുപോലും ചോദിക്കാതെ, അവളുടെ സമ്മതത്തിനൊന്നും കാത്തു നിൽക്കാതെ അവരുടെ കൂടെ പോയിരുന്ന് മദ്യം കഴിക്കാൻ അവൻ തീരുമാനിക്കുകയായിരുന്നു.
അത് കണ്ട് ക്രിസ്റ്റിയും റയാനും ഒരുപോലെ ഞെട്ടി പരസ്പരം നോക്കി. മെൽവിൻ മാത്രം ഒന്നും മിണ്ടാതെ ചാർലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ചാർലിയുടെ ഉള്ളിൽ കിടന്ന് നീറുന്ന ആ വലിയ സങ്കടം അത് പെട്ടെന്ന് മാറ്റണമെന്ന് അവൻ തീരുമാനിച്ചു. ചാർലി ആ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. ഉള്ളിലെ സങ്കടങ്ങളുടെ ഭാരം താങ്ങാനാവാതെ അവൻ ആ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. മദ്യത്തിന്റെ ആ കടുപ്പം തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ ഉണ്ടായ നീറ്റലിൽ അവന്റെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു തുടുത്തു. അവൻ ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് പതുക്കെ വെച്ചു. ചാർലിയെ കാണാഞ്ഞതും കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് അവള് ബാൽക്കണിയിലേക്ക് നടന്നു. അവൾ ബാൽക്കണിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നതും 4 പേരും റൗണ്ടിൽ ഇരിക്കുന്നതാണ് കണ്ടത്. മേശപ്പുറത്ത് കുപ്പിയും മറ്റും ഇരിപ്പുണ്ട്. റയാനാണെങ്കിൽ ചിപ്സിൻ്റെ കവർ കയ്യിൽ പിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്തോ സംശയം തോന്നി റയാൻ സൈഡിലേക്ക് നോക്കിയതും ഷീതു ദയനീയമായി ചാർലിയെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോഴേക്കും ചാർലി അടുത്ത ഗ്ലാസും വായിലേക്ക് കമഴ്ത്തിയിരുന്നു. തൊണ്ടയിലൂടെ ഇറങ്ങിയ കടുപ്പമേറിയ മദ്യം അവൻ്റെ ഉള്ളം പൊള്ളിച്ചതും അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു തുറന്നു. ചേട്ടത്തി, റയാൻ അവളെ നോക്കി പറയുന്നത് കേട്ട് മൂവരും തിരിഞ്ഞു നോക്കി. ചാർലിയും അത് കേട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു. ആ, ഇതാരാ? ഇച്ചായൻ്റെ കൊച്ചെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, ഇങ്ങ് വാ, ചാർലി വിക്കി വിക്കി പറഞ്ഞു. എന്നിട്ട് അവൾക്ക് വേണ്ടി തൊട്ടടുത്ത് കസേരയിലേക്ക് തട്ടി. അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി അവിടെ തന്നെ നിന്നു. ചാർലി, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ക്രിസ്റ്റി അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആ, വിടടാ, ഞാൻ പറയട്ടെ. ചാർലി അതും പറഞ്ഞ് ക്രിസ്റ്റിയുടെ കൈ തട്ടിമാറ്റി അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മറച്ചു വെക്കാൻ അവനെ മദ്യലഹരിയെ കൂട്ടുപിടിക്കുകയാണെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഇവൾ എനിക്ക് ആരാണെന്ന് അറിയുവാടാ മെൽവിനെ? ചാർലി അവനെ നോക്കി ചോദിച്ചു. അവൾ നിന്റെ ഭാര്യ, മെൽവിൻ അവനെ നോക്കി പറഞ്ഞു. ഇവളെൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ ജീവനാ, എൻ്റെ ജീവൻ്റെ പാതി, ചാർലി സ്വയം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ കഴിച്ച മദ്യത്തിൻ്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് ഇരിച്ചു കയറിയെങ്കിലും ഷീതു അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകളായി ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. എടാ ചാർലി, നീ ഓവറാകുന്നുണ്ട്, മതി, നിർത്ത്. അവൻ്റെ രീതികളും സംസാരങ്ങളും കണ്ട് ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. ചേട്ടായി മതി, ചേട്ടത്തിക്ക് സങ്കടം വരുന്നുണ്ട്. റയാൻ ചാർലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതെന്താടാ, നിന്റെ ചേട്ടത്തിക്ക് മാത്രമേ സങ്കടമുള്ളൂ? എൻ്റെ ഹൃദയം എന്താടാ, കല്ലാണോ? എനിക്ക് സങ്കടമല്ലേ? ഞാൻ ഹാപ്പിയാണെന്നാണോ നീയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ചാർലി അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. ചാർലി, നീ ഫിറ്റാണ്, മതി. മെൽവിൻ മദ്യത്തിൻ്റെ ഗ്ലാസ്സുമായി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആ, ഞാനോ? നീ പോടാ, അങ്ങനെയൊന്നും ഫിറ്റാകുന്നവനല്ലടാ ഈ പുലിക്കളത്തെ ചാർലി, അവൻ സ്വയം ഷർട്ടിൻ്റെ കോളറിൽ പൊക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കൊരു കാര്യം അറിയോടാ മെൽവിനെ? ചാർലി പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും എന്താണെന്നുള്ള സംശയത്തോടെ അവൻ തിരികെയും നോക്കി. എനിക്ക് ഈ നിൽക്കുന്നവളെ എന്ത് ഇഷ്ടമാണെന്ന് നിനക്കറിയോ? അവൻ ഷീതുവിനെ നേരെ വിരൽ ചൂണ്ടി മെൽവിനോട് പറഞ്ഞു. പക്ഷെ മെൽവിനെ... ചാർലി പെട്ടെന്ന് ഒരു വല്ലാത്ത പരിഹാസ ചിരിയോടെ വീണ്ടും മെൽവിനെ നോക്കി. ഈ നിൽക്കുന്ന എൻ്റെ പെണ്ണിന് ഈ ചാർലിയെ ഇപ്പോൾ വലിയ വിശ്വാസമൊന്നും ഇല്ലടാ. ഞാനെന്തോ വലിയ കള്ളനാണെന്നാ ഇവളുടെ വിചാരം. ചാർലി അതും പറഞ്ഞ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൾക്കാണെങ്കിൽ അതൊക്കെ കേട്ട് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എടാ ചാർലി, അവൾ വിഷമിക്കുന്നത് നീ കണ്ടില്ലേ? ഒന്ന് അടങ്ങിക്കേ, ക്രിസ്റ്റി കുറച്ച് ദേഷ്യത്തോടെയാണ് അവനോട് പറഞ്ഞത്. അവൾ വിഷമിക്കട്ടടാ. ചാർലിയുടെ ശബ്ദം പെട്ടെന്നൊന്ന് ഇടറി. അവൻ ഷീതുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇവൾക്ക് വിഷമിക്കാൻ മാത്രമല്ലേ അറിയൂ എൻ്റെ ഉള്ളിൽ എന്താണെന്ന്? ഈ ചാർലി എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് ഇവൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോടാ? ഇല്ല, ഇവൾക്ക് ഞാനിപ്പോൾ എന്തോ വലിയ തെറ്റ് ചെയ്ത കുറ്റക്കാരനാ. ചാർലി വീണ്ടും പരിഹാസത്തോടെ അവന്മാരോട് പറഞ്ഞു. പറഞ്ഞു വന്നപ്പോൾ ലഹരിയുടെ പുറത്താണെങ്കിലും ചാർലിയുടെ ഉള്ളിലെ യഥാർത്ഥ സങ്കടം പുറത്തേക്ക് വരികയായിരുന്നു. താൻ ആദത്തിൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞത് ഷീതുവിനെയും കുഞ്ഞിനെയും ഓർത്ത് മാത്രമാണെന്നുള്ള സത്യം അവളോട് തുറന്നു പറയാൻ കഴിയാത്തതിൻ്റെ കടുത്ത നിരാശ അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഇച്ചായ, അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി വിളിച്ചു. മിണ്ടരുത് നീ, അവൻ തൻ്റെ ചൂണ്ടുവിരൽ ചുണ്ടിലേക്ക് വെച്ച് അവളോട് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ ഭാവമാറ്റവും മുഖത്തെ ദേഷ്യവും കണ്ട് അവളൊന്ന് ഭയന്നു. അവൾ മാത്രമല്ല, റയാനും ക്രിസ്റ്റിയും ഒക്കെ അവനെ തന്നെ നോക്കുകയായിരുന്നു. ഞാൻ ചതിയനല്ലേടി, നിന്നെ ചതിച്ചവനല്ലേ ഞാൻ. അവൻ്റെ വാക്കുകൾ അവളുടെ മുൻപിൽ ഇടറി. ബാൽക്കണിയിൽ കനത്ത മൗനം പടർന്നു. മെൽവിൻ ചാർലിയും ഷീതുവിനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഷീതുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. ചാർലിയുടെ ആ ചോദ്യം അവളിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. താൻ കാണിച്ച അകൽസയും മൗനവും അവൻ്റെ ഉള്ളിൽ എത്ര വലിയ മുറിവാണോ ഉണ്ടാക്കിയിരിക്കുന്നത്. അവൾ ഒന്നും മിണ്ടാതെ ചുണ്ടുകൾ കടിച്ചമർത്തി കരച്ചിലടക്കാൻ പാടുപെട്ടു. ഡാ ചാർലി, നീ എന്തേ പറയുന്നേ? നീ ഒന്ന് അടങ്ങിക്കേ, ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. ചാർലി പതുക്കെ മുന്നോട്ട് ഒരടി കൂടി വെച്ചു. ലഹരിയുടെ പുറത്ത് അവൻ്റെ കാലുകൾ വീണ്ടും ഇടറിയെങ്കിലും അവൻ ഷീതുവിൻ്റെ മുന്നിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ കണ്ടിട്ടും ഇത്തവണ അവനത് തുടച്ചു കൊടുക്കാൻ കൈ നീട്ടിയില്ല. പകരം ഒരു ദയനീയ ചിരിയോടെ അവൻ വീണ്ടും അവളോട് ചോദിച്ചു.
ഞാൻ നിന്റെ ജീവിതം തകർത്തവനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷീതു? നിന്നെ ചതിച്ചു എന്ന് നീ മനസ്സിൽ കരുതുന്നുണ്ടോ? ചാർലി അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഈ നിൽക്കുന്നവളെ എനിക്ക് ജീവനാടാ. ഇവളെ ആരെങ്കിലും തൊടുന്നത് പോയിട്ട് ഒരു പോറലേൽപ്പിക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ ആദം, അവൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നടാ. ചാർലി മെൽവിനെ നോക്കി. മെൽവിനാണേൽ അത് കേട്ടതും ചാർലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. മദ്യത്തിൻ്റെ പുറത്ത് യഥാർത്ഥ കാര്യങ്ങളൊക്കെ ഇവൻ തുറന്നു പറയാൻ പോവുകയാണോ എന്നുള്ള സംശയം അവനുണ്ടായി. ചാർലി, നീ ഓവറായി. മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, മെൽവിൻ അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയിരുന്നില്ല. അവൾ അവരെ എല്ലാവരെയും നിറകണ്ണുകളോടെ ഒന്ന് നോക്കിയതിന് ശേഷം മുറിയിലേക്ക് പോയി. അവൾ അങ്ങനെ പോകുന്നത് കണ്ടതും ചാർലിക്ക് പെട്ടെന്ന് സങ്കടമായി. താൻ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് അവന് തന്നെ ബോധമില്ലായിരുന്നു. ഇവൻ എന്തൊക്കെയായി പറഞ്ഞത്? അവൾക്കിനി അതു മതി, ഇന്ന് മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. ഇവൻ തന്നെയല്ലേടാ പറഞ്ഞത്, അവൻ തന്നെ സോൾവ് ആക്കട്ടെ. മെൽവിനും അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ചാർലി പിന്നെ അവിടെ നിന്നില്ല. അവന്മാരോട് പോലും ഒന്നും പറയാൻ നിൽക്കാതെ ചാർലി അവളുടെ പുറകെ വേച്ച് മുറിയിലേക്ക് പോയിരുന്നു. നീ എന്താടാ, കൂടിയ ഇനം വല്ലതും ആണോ കൊടുത്തത്? കുറച്ചായപ്പോഴേക്കും ഫിറ്റായി പോയല്ലോ. ക്രിസ്റ്റി മെൽവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എടാ കോട്ടയല്ലേ, കൂടിയ ഇനമാണ്, വീര്യം കൂടും. മെൽവിൻ അവനെ നോക്കി ചിരിച്ചു. ഇനി എന്തൊക്കെയാണോ എന്തോ ഉണ്ടാവാൻ പോകുന്നത്. റയാൻ അവൻ പോകുന്നത് ജനലിൽ കൂടി നോക്കി പറഞ്ഞു. ഒന്നുകിൽ ഈ പ്രശ്നം ഇന്ന് ഇവിടം കൊണ്ട് അവസാനിക്കും, അതല്ലെങ്കിൽ ക്രിസ്റ്റി അവരെ രണ്ടുപേരെയും നോക്കി. നമുക്ക് നാളെ നോക്കാം, മെൽവിൻ തിരികെ അവരോട് പറഞ്ഞതും അവർ രണ്ടുപേരും ചിരിച്ചു.